സാധാരണ ഒരു ചാലഞ്ച് നടത്തുമ്പോൾ പറയും എന്ത്, 600 രൂപ, അതിൽ 200 രൂപ പാർട്ടിക്കായിരിക്കും, ബാക്കി 400 രൂപക്ക് ഞങ്ങൾ റീറ്റെയിലിൽ 600 രൂപക്ക് കിട്ടുന്ന തുണി 400 രൂപക്ക് വാങ്ങി നിങ്ങൾക്ക് തരും. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലായിട്ടൊരു തുണി പോയി എടുക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ മുടക്കേണ്ടി വരുന്ന തുകയെ അവർ മുടക്കേണ്ടതുള്ളൂ. ഇതിന് പകരം ഇത് 100 രൂപ എന്ന് വെച്ചാൽ 2.5 കോടിയാണ്, 2.25 കോടിയായി. 100 രൂപ ഇതിൽ നിന്ന് 16.5 കോടി രൂപയോളം വരും. 2,72,200 ഇൻറ്റു 600, 2,72,200 ഇൻറ്റു 600 16.5 കോടി രൂപയായി. 100 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ എത്രയായി? 2 കോടിയിലധികമായി. അപ്പൊ 100 രൂപ വെട്ടിച്ചാൽ മതി. കമ്പനിക്കാരോട് പറയാം, നിങ്ങൾ തരുന്നത് ഇത്ര വിലക്ക്, പക്ഷെ ബില്ല് 100 കൂട്ടിയിടണം, അല്ലെങ്കിൽ 200 കൂട്ടിയിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കള്ള ബില്ലുണ്ടാക്കാമല്ലോ. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ വെല്ലുവിളിക്കുന്നു. യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വെല്ലുവിളിക്കുന്നത്, അല്ലാതെ MLA, ഇടതുപക്ഷ സഹയാത്രികൻ അതൊന്നും ഗൗനിക്കേണ്ട. രാംരാജിൽ നിന്ന് നിങ്ങൾ 2,72,200 ധോത്തി വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് അവര് GST ഉൾപ്പെടെ ഉള്ള ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ല് പുറത്തുവിട്ട് അവരുടെ നിരപരാധിത്വം അവർ തെളിയിക്കാൻ സന്നദ്ധമാകണം. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർ പുറത്തു വിടൂലേ? കയ്യിലുണ്ടെങ്കിൽ എപ്പോഴോ പുറത്തു വിടും. ഒരു ദിവസം 4 പത്രസമ്മേളനം നടത്തുന്ന ആളല്ലേ മൂപ്പര്. ഞാൻ ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ബില്ലിന്റെ കോപ്പി അന്ന് തന്നെ പുറത്തു വിടും. അപ്പൊ ബില്ലില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വലിയ പ്രതികാരമാണ്, കാരണം എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു, ഞാൻ കെയർടേക്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അന്നത്തെ ലോകായുക്ത സിറിയക് ജോസഫ് ഒരു വിധി പുറപ്പെടുവിച്ചു എന്നെ കേൾക്കാതെ. സാധാരണ ഒരാളെക്കെതിരായിട്ട് ശിക്ഷ വിധിക്കുമ്പോൾ അയാളെ ഒന്ന് കേൾക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു നോട്ടീസ് അയക്കും. എന്നെ കേൾക്കുകയോ എനിക്ക് നോട്ടീസ് അയക്കുകയോ ചെയ്യാതെ എനിക്കെതിരായി ഒരു വിധി പുറപ്പെടുവിച്ചു. സിറിയക് ജോസഫും ലീഗും തമ്മിൽ ഒരു ആത്മാർത്ഥ ബന്ധം നേരത്തെ തന്നെ ഉണ്ട്. ആ ബന്ധം ഉപയോഗിച്ചാണ് അവരെനിക്കെതിരായി കരുക്കൾ നീക്കിയത്. ഇവരുടെ ഈ ഒരു കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തകരെ ഇവർ പലരെയും സ്വാധീനിച്ച് ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ജനുവരി 25-ാം തീയതി 2005-ലാണ്, ജനുവരി 25, 2005-ലാണ് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ, അന്നത്തെ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി പുറത്തു വരുന്നത്. ആ വിധി പറഞ്ഞ 2 ജഡ്ജിമാരിൽ ഒരാൾ സിറിയക് ജോസഫ് ആയിരുന്നു. ഇതൊക്കെ നേരത്തെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയോ പറഞ്ഞിട്ടുണ്ട്. സിറിയക് ജോസഫ് ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പറഞ്ഞ 2 ജഡ്ജിമാരിൽ ഒരാൾ. ഡേറ്റ് നോട്ട്, ജനുവരി 25, 2005. ദെൻ അടുത്തത്, ഇതിന് പ്രതിഫലമായി സിറിയക് ജോസഫിന് കിട്ടിയത് എന്താണ്? നോട്ട് ദി ഡേറ്റ്, 2004, 15/11/2004, 15/11/2004. സിറിയക് ജോസഫ് നല്ല വളവനാണ്. കാരണം സാധനം കൈക്കലാക്കിയിട്ടേ വിധി കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ മൂപ്പർക്കറിയാം വിധി ആദ്യം കൊടുത്താൽ പിന്നെ ലീഗേര് പറ്റിക്കുന്നു. അതുകൊണ്ട് തൻ്റെ അനുജ സഹോദരൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി അന്നത്തെ ലീഗ് മന്ത്രി നിയോഗിച്ചു. ഈ കേസ് 2004-ൽ, ഇതിനു മുമ്പാണ്
വലിയ കോളിളക്കം സൃഷ്ടിച്ചു വരുന്നത്. ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യപ്പെടുന്നതൊക്കെ 11ാം മാസത്തിന് മുൻപാണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടി പോകുന്നു. അപ്പോ ജെയിംസ് ജോസഫ് ആള് നല്ല മിടുക്കനാണ്. കാരണം അദ്ദേഹം 3-3.5 കൊല്ലം സുപ്രീം കോടതിയിൽ ഇരുന്നിട്ട് ആകെ 7 വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും എഴുതിക്കൊടുത്ത വാചകങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ജെയിംസ് ജോസഫിനെ ആ വഴിക്ക് പിടിച്ചു. ജെയിംസ് ജോസഫിന് അന്ന് പണം കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്, ഞാനാണ് അന്ന് പണം കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ പൈസയും വാങ്ങി മൂപ്പര് അനുജന്റെ ഭാര്യക്ക് വൈസ് ചാൻസലർഷിപ്പും വാങ്ങിയെടുത്തു. ഞാനിത് എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ജെയിംസ് ജോസഫിനെയും അതുപോലെ തന്നെ സിറിയക് ജോസഫിനെ. എനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്ക്. ഈ തെളിവൊക്കെ തന്നെ ഞാൻ അനുഭവസ്ഥനാണ് ആ കാര്യത്തിൽ. അങ്ങനെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ, എന്നെ കേൾക്കാതെ വിധി പറഞ്ഞു. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അതിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല ചെയ്തത്. നിലവിലുള്ള ലോകായുക്ത നിയമം അനുസരിച്ച് ലോകായുക്തക്ക് ഇതിനുള്ള അധികാരമുണ്ട്. അതിന്റെ അപ്ലറ്റ് അതോറിറ്റി ആയിട്ട് നമുക്ക് ഒരു കോടതിയെയും വന്ന് നിശ്ചയിച്ചിട്ടില്ല. ആ നിയമമാണ് ഇപ്പൊ മാറ്റിയത്. ലോകായുക്ത വിധി പറഞ്ഞാൽ അത് ഫൈനലാണ്. അതിന് ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ നിയമം മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ നിലവിലുള്ള അത്തരത്തിലുള്ള ഒരു നിയമം നിലനിൽക്കെ അത് ചോദ്യം ചെയ്ത് നിങ്ങൾ എങ്ങനെ ഹൈക്കോടതിയിൽ വരുമെന്നാണ് ചോദിച്ചത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ വിധി വന്നു, കക്ഷി രാജിവെച്ചു, അദ്ദേഹം തന്നെ പിന്നീട് മത്സരിച്ചു, ജയിച്ചു, ഇനി അതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാണ് ആ കാര്യത്തിൽ വിധി പറയാതെ വക്കീല് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊരു കൊടും ചതിയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയി 3ാം തവണയും മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ എങ്ങനെയെങ്കിലും നിലംപരിശാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു എനിക്കെതിരായിട്ടുള്ള വിധി. ഫിറോസ് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കട്ടെ, ജഡ്ജിയെ ചീത്ത പറയാന്ന്. ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ച ജഡ്ജിയെ ചീത്ത പറയില്ലേ? ഇത് ഞാൻ വെറുതെ അല്ലല്ലോ പറയുന്നത്. ഈ തെളിവില്ലേ? ജാൻസി ജെയിംസ് കേസ് കൊടുക്കട്ടെ എനിക്കെതിരായിട്ട്. സിറിയക് ജോസഫിനെയും ജാൻസി ജെയിംസിനെയും എല്ലാം വെല്ലുവിളിക്കുന്നു. ലീഗ് ഭരിക്കുമ്പോൾ ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറാക്കി ഇദ്ദേഹത്തിന്റെ അനിയൻ ജെയിംസ് ജോസഫിനെ വെച്ചത് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുക? ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ, പണം കൊണ്ട് എല്ലാവരെയും വിലക്ക് വാങ്ങുന്ന ഏർപ്പാട്, അതിനുവേണ്ടി ഇവര് കള്ളപ്പണം ഉണ്ടാക്കുന്നത്. എനിക്കെതിരായി ഒരുപാട് ആരോപണങ്ങൾ വന്നല്ലോ. NIA അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു, അതുപോലെ തന്നെ ED അന്വേഷിച്ചു. 1 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട്, പിഴയായിട്ട് ചുമത്താൻ സാധിച്ചോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക്? എന്നാൽ ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾക്കും ED നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, കോടികൾ പിഴയടപ്പിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ ഇവരൊക്കെ പറയുമോ? അവരെയൊക്കെ ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും വിളിപ്പിച്ചിരുന്നു. ഒരു കൃത്രിമം കാണിക്കാത്തത് കൊണ്ട് 1 രൂപ എനിക്ക് ഫൈൻ ഇട്ടിട്ടില്ല. എന്നാൽ ഇവരുടെ നേതാക്കൾക്ക് എല്ലാം ഫൈൻ ഇട്ടിട്ടുണ്ട്.
നിങ്ങൾ പറയുമല്ലോ AR നഗർ ബാങ്കിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു, പിന്നെ അത് നിർത്തി. AR നഗർ ബാങ്ക് കോടികളാണ് ഇൻകം ടാക്സ് ഇനത്തിൽ കെട്ടിയത്. കോടികൾ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഫലം അത് തന്നെയാണ്. ആ കാര്യത്തിൽ അതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് ചെയ്യിച്ചു അവരെ കൊണ്ട്. അല്ലെങ്കിൽ AR നഗർ ബാങ്കിന്റെ ആളുകൾ പറയട്ടെ, ഞങ്ങൾ ഒരു പൈസയും പിഴയടച്ചിട്ടില്ല ആർക്കും. ജലീൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു, അത് ഞങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് തെറ്റാണ് എന്ന് അവർ പറയട്ടെ. പറയുമെങ്കിൽ അടുത്ത നിമിഷം ഞാൻ വിളിക്കും പത്രസമ്മേളനം. അവരൊരു പത്രസമ്മേളനം നടത്തട്ടെ. ഐ ചലഞ്ച് ദം. പിന്നെ ഏറ്റവും അവസാനം ആദ്യം അദ്ദേഹം തുടങ്ങിയത് തന്നെ, ഫിറോസ് തുടങ്ങിയത് തന്നെ, ഞാൻ മന്ത്രിയായിരിക്കെ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതെന്താണ്? മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ സംഭവമാണ്. അത് ഞാൻ മന്ത്രിയായപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ അതിന്റെ പ്രോസസ് എല്ലാം ആരംഭിച്ച് അതിന്റെ അവസാനത്തിലെത്തിയപ്പോൾ ഞാനാണ് മന്ത്രി. വേറെ ഒരു സ്ഥലവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇനി അത് മാത്രമല്ല, അത് അന്വേഷിച്ചോട്ടെ. ഞാൻ 101 തവണ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയ കേസിൽ അന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള പിശക്, തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ. എനിക്കതിൽ ഒരു ഭയവുമില്ല. ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം. ഫിറോസ് പരാതി കൊടുക്കട്ടെ, CBIക്ക് കൊടുക്കട്ടെ, എന്നിട്ട് എനിക്കെതിരായിട്ട് അന്വേഷണം നടക്കട്ടെ. എന്നെ ജയിലിലിട്ട ഓൽക്കായിരിക്കുമല്ലോ അതൊരു വലിയ സന്തോഷം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ പലരും ഇന്ന് ജയിലിലാണ്, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ. മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി, മലപ്പുറം ജില്ലാ ഭാരവാഹി TP ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം, 50 കോടിയാണ് തട്ടിയത്. എന്ത് പറഞ്ഞിട്ടെന്നറിയോ? ഇവന്റെ ഒരു അനുയായിയാണ്, ഫിറോസിന്റെ അനുയായിയാണ് ഈ TP ഹാരിസ്. വളരെ അടുത്ത അനുയായി. അവന്റെ ഉപദേശം യഥാവിധി നടപ്പിലാക്കിയ ആളാണ് TP ഹാരിസ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിട്ട് നോക്കിയാൽ അറിയാം ഫിറോസും TP ഹാരിസും തമ്മിലുള്ള ബന്ധം. ഈ TP ഹാരിസ് ജയിലിലാണ്, തവനൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ കമറുദ്ദീൻ മാസങ്ങൾ ജയിലിലായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു കേസിൽ ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടുക, അടുത്ത കേസിൽ വീണ്ടും പോവുക. MLA ആയിരുന്നു, പുറത്താക്കിയോ ലീഗ്? സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് ലീഗ് കുറെ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് അന്വേഷണത്തെയും സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരിടാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കതിലൊരു ഭയവും ഇല്ല. എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? ഖുർആനിൽ സ്വർണം കടത്തി, കാരക്കന്റെ കുരുവിൽ സ്വർണം കടത്തി. ഈ ഖുർആൻ അങ്ങോട്ട് പോകുമ്പോൾ അത് തൃശ്ശൂരിൽ വെച്ചതിന്റെ GPS കേടായി, എന്നിട്ടത് ബാംഗ്ലൂരിലേക്കാണ് പോയത്. വല്ല കാര്യം ഉണ്ടായോ ഇവര് അങ്ങനെ പറഞ്ഞിട്ട്? എത്ര ആളുകൾക്ക് അടി കിട്ടിയെന്നറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുക്ക് അതിൻ്റെ പേരിൽ ജാഥ നടത്തിയിട്ട്, അക്രമാസക്തമായി ജാഥ, പോലീസ് തടഞ്ഞു സ്വാഭാവികമായിട്ട്. എന്തിനായിരുന്നു ഇതൊക്കെ? ഈ കള്ളത്തരങ്ങളൊക്കെ അവരെനിക്കെതിരായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഞാനൊരു 10 പൈസ അങ്ങനെ ആരുടെയെങ്കിലും മുക്കും എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഇല്ല എന്ന് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോധ്യം. കാരണം ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരാക്ഷേപം ആരെങ്കിലും എന്നെക്കുറിച്ച് അന്ന് പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൊതുപ്രവർത്തനം സംശുദ്ധമാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബന്ധുവിനെ, തൊഴിലില്ലാത്ത ബന്ധുവിനെ തിരികെ കയറ്റി എന്നാണല്ലോ പറയുന്നത്. ഞാൻ തൊഴിലില്ലാത്ത ആരെയും കയറ്റിയില്ല. 1 വർഷത്തെ ഡെപ്യൂട്ടേഷനാണ്. 1 കൊല്ലം ഡെപ്യൂട്ടേഷൻ കൊടുത്തതിനാണ് ഈ വധശിക്ഷ വിധിച്ചത്. അയാളിപ്പോ, ആ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ ആളിപ്പോ
കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. മോശക്കാരനാണെന്ന് പറഞ്ഞ ആള് അന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. അവനെന്നത് ആവാതിരുന്നത് നന്നായി. 15 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് പോയി. വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുത്തു. അങ്ങനെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ടാണ് സിറിയക് ജോസഫ് എന്നെ കുറ്റക്കാരനായിട്ട് അന്ന് പ്രഖ്യാപിച്ചത്. പണം വാങ്ങിയിട്ട്, പദവികൾ വാങ്ങിയിട്ട്. ഞങ്ങളെപ്പോലെയുള്ള പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ നിൽക്കും? ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടും കൂടിയാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി സാധിക്കൂ? ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം.